ഹലോ എവ്രി വൺ. പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു എസ് എക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ചോദ്യം വളരെ സിമ്പിളാണ്, കാരണം നാളെ നമ്മുടെ എസ് എയുടെ വർക്ക്ഷോപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ബട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം കാണിച്ചു തരാം. അതായത് ഇപ്പം എസ് എയുടെ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ ഒരു തീം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇതാണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ എസ് എയുടെ വർക്ക് ബുക്കിൽ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് തീം ബേസ്ഡ് PYQ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഏരിയാസ് ആണ്, സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ആദ്യത്തെ എന്ന് പറയുന്നത് 2017, 18, 19. സോ 2019 മുതൽ ഒരു ഷിഫ്റ്റ് വരികയാണ്. കാരണം ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങൾ 2019 മുതൽ പിന്നെ വരുന്നത് ഫിലോസഫിക്കൽ സൈഡിൽ നിന്നാണ്. ഒന്നാമത്തെ മാറ്റം ഇതാണ്. ഇനി രണ്ടാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ, അതായത് 2019 വരെ ചോദിച്ചിട്ടുള്ള സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എൻഡിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം, ഫാമിംഗ് ഹാസ് ലോസ്റ്റ് ദ എബിലിറ്റി ടു ബി എ സോഴ്സ് ഓഫ് സബ്സിസ്റ്റൻസ് ഫോർ ദി മെജോറിറ്റി ഓഫ് ദി ഫാമേഴ്സ് ഇൻ ഇന്ത്യ. സോ ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2017. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ അവസാനത്തിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഡിസ്കസ്, അനലൈസ്, എക്സാമിൻ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഡയറക്റ്റീവ് വേർഡ് ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് GS3 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പോവർട്ടി എനിവെയർ ഇസ് എ ത്രെഡ് ടു പ്രോസ്പെരിറ്റി എവരിവെയർ, ഡിസ്കസ്. ദെൻ അടുത്തത്, നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആർ റീസൺ ഫോർ ഇറ്റ്സ് ബാക്ക്വേർഡ്നെസ്, അനലൈസ്. സോ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഡയറക്റ്റീവ് വേർഡ് നിങ്ങൾ ഇതിന്റെ എൻഡിൽ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു GS3 ക്വസ്റ്റ്യൻ ആയി അതിലെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക്, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു തീമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ UPSCക്ക് മനസ്സിലായി ഇതല്ല ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എസ്സേയിൽ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ 2019 മുതൽ ഈ പറയുന്ന ഫിലോസഫിക്കൽ സൈഡിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ ഈ പറയുന്ന കീവേഡ്സ് ആഡ് ചെയ്ത് നോക്കുക. ഡിസ്കസ്, അനലൈസ്, എക്സാമിൻ, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പം ബെസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറിലി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി, ഡിസ്കസ്. സോ ഈ ഒരു ചോദ്യത്തിന് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, GS3യുടെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതോട് കൂടിയിട്ട് 2019 മുതൽ UPSC ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്ലിയർ കട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരുന്നു 2019 വരെയുള്ള സമയത്ത്, അല്ലെങ്കിൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ GS1, 2, 3, 4 ഈ പറയുന്ന 4 സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന ഇൻഫർമേഷൻ മതിയായിരുന്നു നിങ്ങൾക്ക് എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്. അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എസ്സേ എഴുതാൻ പറ്റുമായിരുന്നു. ബട്ട് ഈ 2019 ഷിഫ്റ്റ് കാരണമാണ് ഫിലോസഫിക്കൽ എസ്സേസ് ഈ രീതിയിൽ വന്നതോട് കൂടിയിട്ട് UPSC ടെസ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പാരാമീറ്റേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ എസ്സേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യുന്നത്, എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച, അതും രാവിലെ 6:30. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്തുകൊണ്ട് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു UPSC ആസ്പിറൻസിന്റെ ഡെഡിക്കേഷൻ, പെർസിവിയറൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഹി ഹാസ് ടു ഷോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറ്റും, ഐ ആം റെഡി ടു വർക്ക് ഫോർ മൈ സക്സസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ നമ്മുടെ എസ്സേ സെഷനിൽ കാണാം. സോ ബൈ.